സരളെ, അഭിനന്ദനങ്ങൾ. നിനക്ക് ഇത്രയും മാറ്റം വന്നതിൽ എന്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല. ഞാൻ ജീവിക്കുന്നത് തന്നെ അങ്ങേക്ക് വേണ്ടിയാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. സരളെ, 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 അമ്മയമ്മേ, അയ്യോ, സരളയ്ക്ക് പെട്ടെന്നൊരു ബോധം. ഇതെങ്ങനെ സംഭവിച്ചു സാർ? സാർ, അവൾക്ക് കൂടെ കൂടെ ഇങ്ങനെ വരാറുണ്ട്. ഇത്രയായിരിക്കും. അവൾ ആഹാരം കഴിച്ചിട്ട് 2-3 ദിവസമായി. നിങ്ങളെന്താ ഇക്കാര്യം എന്നോട് നേരത്തെ പറയാഞ്ഞത്? സാരമില്ല, ഇന്നത്തേക്ക് അവൾ വിശ്രമിക്കട്ടെ. എനിക്കെല്ലാം അവിടുത്തെ സന്തോഷം മാത്രമാണ്. എത്ര രൂപ ചെലവായാലും സരളയെ എനിക്ക് വേണ്ടി ഇവിടെ താമസിപ്പിക്കണം. അങ്ങയുടെ ഇഷ്ടം. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. മാധ, ഞാനും വരും കാട്ടിലേക്ക്. നീ വരണ്ട. എടി കുലടേ, എന്റെ കാമപഞ്ചരത്തിൽ കല്ലെറിഞ്ഞ ഘാതകി, നിന്നെ ഞാൻ വിടുമെന്ന് തോന്നുന്നുണ്ടോ? നിന്നെ ഞാൻ കുറെ ഞാൻ കൽപ്പിക്കുന്നു എന്താണെന്ന് വെച്ചാൽ മുടിപടോ. വില്ലൻ പ്രവേശിക്കുന്നു, വില്ലൻ പ്രവേശിക്കുന്നു. എടാ കുരങ്ങ് വെച്ചപ്പാ, എന്നെ തല്ലി വിളിച്ചിട്ട് വലിയ കുരങ്ങനും കൊച്ചു കുരങ്ങനും കൂടി നടക്കാറല്ലേ? നിന്നെ ഞാൻ കാണിച്ചു തരാം. അവിടെ കിട്ടുന്നതിന് പാതി തുല്യമായിട്ട് പങ്കുവെക്കാന്ന് പറഞ്ഞു. അതിന് മുമ്പ് നമ്മൾ ഞാൻ കൊല്ലും, ഞാൻ കൊല്ലും. അതെ, പേപ്പറ്റി അടിച്ച ഇഞ്ചക്ഷൻ ചെയ്യാൻ കൊണ്ടുപോവാ. മരപ്പട്ടി അടിച്ചാൽ നിന്നെ ഞാൻ വിടില്ല. നിന്നെ നിന്റെ സഹോദരനെ ഞാൻ ഇന്ന് ഞാൻ കൊല്ലും. അവിടെ കിടന്ന് കൊല്ലടാ, കൊല്ലടാ. വംശം ഞാൻ നശിപ്പിക്കും. അല്ല, നാടാക്കാൻ ഞാൻ പൊളിക്കൂ. അവിടെ ഒരു സ്വകാര്യം പറയാം. സ്വകാര്യം പിന്നെ പറയാം. ഇപ്പൊ പോകാം. മറ്റന്നാ അവിടെ സ്വകാര്യം പറയാം. ഇപ്പൊ പോകാം. നീ എഴുതി തന്നെ അതിന്റെ അപ്പന്റെ മൂക്കെടുക്കും. അപ്പം തന്നെ ഞാൻ കടുപ്പിക്കുന്നത്. അതാ ലങ്ക നശിപ്പിച്ച ആരാന്ന് അറിയോ? ഹനുമാൻ. പിന്നെ നിന്റെ നാടൊക്കെ ഇതുകൊണ്ട് ഞാൻ നശിപ്പിക്കണേ. നിന്നെ ഞാൻ ഒന്ന് കൊല്ലും. ഒന്ന് വേഗം പാടാ. പടക്കെ ആ ഒരു രക്ഷപ്പെട്ടതാ. കേറി പറഞ്ഞു കേറുണ്ട്. സൈബർ കാണുന്നില്ല. അയ്യോ, കുഴപ്പമില്ല. ഒന്ന് കടലിലേക്കാണ് ചാടിയത്. നിന്നെ ഞാൻ തപ്പി നടക്കുകയായിരുന്നു. ഇങ്ങോട്ട് ഞാൻ എന്റെ അടുത്ത് കാശ് വാങ്ങിച്ച് എത്ര പ്രാവശ്യം നീ എന്നെ പറ്റിച്ചടാ? അയ്യോ, പറയാ പറയാ. അയ്യോ, എനിക്കരുത്. അയ്യോ, 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 എന്റെ അടുത്ത് വാങ്ങിച്ച കാശ് കൊടുക്കും. പൊന്നാച്ചാലെ, ഞാൻ പറ്റിച്ചല്ല. നമുക്ക് 2 പേർക്കും കൂടി ഒരു അബദ്ധം പറ്റി. അബദ്ധം? നിന്നെ ഞാൻ കൊല്ലും. പച്ചൊത്തിരി രാമേന്ദ്രൻ പറഞ്ഞ ആരെന്ന് വിചാരിച്ചാൽ തേടി പിടിക്കാം. നീ എന്നെ പറ്റിക്കല്ലേ? ഞാൻ പറഞ്ഞു, നമുക്ക് ഇന്ദ്രനല്ല ചന്ദ്രനല്ല അവന്റെ അപ്പനായാലും ശരി, ഞാൻ എങ്ങനെയും തേടി പിടിച്ചിട്ട് ഞാൻ ഇവിടെ കൊണ്ടുതരാം. നോക്ക്, അതിന്റെ കാശൊക്കെ ചെലവിപ്പോയി. ഒരു ദിവസം എന്ത് ചെലവെന്നറിയാവോ? എന്റെ പൊന്നാശാനെ, ഒരു കാര്യം, ഇതിലെന്തെങ്കിലും ഒരു ജോലി വന്നാൽ ഞാനും എന്റെ ഫാമിലിയും ജീവിച്ചു പോകും. ഫാമിലി എന്നാൽ എന്റെ സിംഗം ബ്രദർ, ഞാൻ അങ്ങനെ കടപ്പെട്ടിക്കോളാം. പ്ലീസോ. ഞാൻ ഇത് വീടാണോ? വീട് ചോദിച്ചാലടി എന്താണ് ശരി. അവിടെ നിനക്കൊരു കൂട്ടിന് വേണ്ടിയാ ഞാൻ ഇവനെ കൊണ്ടുവന്നിരിക്കുന്നത്. എനിക്ക് കൂട്ടാം. നിനക്ക് ഇവനെ അറിയോ? എനിക്ക് സ്വന്തം വീട് ഈ കുരങ്ങിനെ കൊണ്ട് എന്റെ പോക്കറ്റ് അടിപ്പിച്ചാണ്. തന്നെ അല്ലേ സാർ, ഞാൻ പറയാം എല്ലാം അടി നിർത്തിയത്. ഇത് നാട്ടുകാർ എന്നെ മാന്തി കൊന്നുകളഞ്ഞു. ഇവിടെ നിന്നാ കാറ് കഴുകണം, അത്യാവശ്യം വീട്ടുജോലി ചെയ്യണം, ഇതൊക്കെ ചെയ്യണം. പിന്നെ നമ്മൾ സ്വന്തം വീട് വേണമെങ്കിൽ ഇവിടെ നിന്നോട്ടെ. ഈ കുരങ്ങും പൊരങ്ങൊന്നും ഇവിടെ വേണ്ട.
സാധ്യമല്ല സർ, ആ, സാധ്യമല്ല. ഇത് കുരങ്ങല്ല സർ, പിന്നെന്ത് പോത്താണ്? കുരങ്ങാണ്. പക്ഷെ സാധാരണ കുരങ്ങല്ല. ഇത് ഞാൻ തമ്മിലുള്ള ബന്ധം പറയുകയാണെങ്കിൽ നിങ്ങൾ പൊട്ടിക്കരഞ്ഞു പോകും സാർ. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം രക്തബന്ധമാണ് സാർ, രക്തബന്ധമാണ്, രക്തബന്ധമാണ്. അമ്മേ. നിർത്തി. ആരാത്? ഞാൻ തന്നെ. അയ്യോ കൃഷ്ണേട്ടാ, ഇങ്ങോട്ട് വരില്ലേ? ആ വന്നാലെന്താ? ഒന്ന് വെളിയിൽ പോന്ന്. പെണ്ണുങ്ങൾ വസ്ത്രം മാറുന്ന സ്ഥലത്ത് എന്താ ജോലി? ആവശ്യമുള്ള എന്താന്ന് വെച്ചാൽ പുറത്തുനിന്ന് ചോദിച്ചാ പോരെ? എങ്കിൽ ശരി താ. എന്താ പിന്നെ എന്തോന്നാണോ? മോളെ, നീ ആരോടാ സംസാരിക്കുന്നത്? ഞാൻ വന്ന് കൃഷ്ണേട്ടനായി സംസാരിക്കായിരുന്നമ്മേ. ഞാൻ ഒരു കടുങ്കായ ചോദിക്കായിരുന്നു അമ്മേ. കൃഷ്ണൻ ചോദിച്ചു കൊടുക്കുമോളെ. അമ്മ പറഞ്ഞാടല്ലോ, അമ്മ പറഞ്ഞാടല്ലോ. കൊടു കൊടു കൊടു. ഇത് ബാബു കൊണ്ടോ. അയ്യോ, കൊടുക്കാം. എടാ, ഞാൻ എത്ര പാടുപെട്ടാണ് ഈ മലയോര പ്രദേശം പതിച്ചു വാങ്ങിയിട്ടുള്ളതെന്ന് നിനക്കറിയാമോ? അറിയാമേ. എന്നിട്ടാണോ ഇവിടെ നിന്ന് ഒന്നും നോക്കാൻ സമയമില്ലാത്ത നിനക്ക്? നോക്കിയാലും ഇല്ലെങ്കിൽ അങ്ങൊന്നും ഈ സ്ഥലം ഇവിടെ നിന്ന് ആരും അടിച്ചിട്ട് പോകാൻ ധൈര്യപ്പെടില്ല. എത്ര പുതിയ ആളുകൾ ഇവിടെ കുടിയേറി പാർത്തിരിക്കുന്നു, അത് നിനക്കറിയാമോ? അറിയാഞ്ഞിട്ടല്ലേ, കേറിയിരിക്കുന്നതിലും കൂടുതൽ പെണ്ണുങ്ങളായതുകൊണ്ട് അങ്ങൊന്ന് അറിഞ്ഞു കാണുമല്ലോ എന്ന് വിചാരിച്ച. എടാ, ഇവിടെ മുഴുവൻ ചെളിയാന്നല്ലോടാ. ചെളിയിലും ചെന്താമര വിരിയുന്നുണ്ട്. ആ കണ്ണുകുട്ടിയുടെ മകൾ ഗീതയാണ്. നീ ആ ലക്ഷ്മിയുടെ മോളല്ലേ? അതെ. ഇവളങ്ങ് വളർന്നു പോയല്ലോടാ. എളുപ്പം വളരുന്ന ജാതിയാണ്. ആ, നീ അവിടെ പോയി വല്ല കന്നുകാലികളോ മറ്റോ എല്ലാം നശിപ്പിക്കുന്നുണ്ടോ എന്ന് പോയി നോക്ക്. ഇവിടെ നമ്മൾ വെച്ച് വേറെ ഒറ്റ കന്നുകാലി പോലും കാണുന്നില്ലല്ലോ. പറഞ്ഞ പോടാ. മനസ്സിലായി. നിൽക്കൂ, ഞാനിപ്പോ വന്നത് നിന്നെ കാണാനാണ്. സമ്പ്യദേവന്ദ്ര എന്നെ കാണുന്നത്? നീയും നിന്റെ അമ്മയും കഷ്ടപ്പെടുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. പക്ഷേ നിങ്ങളെ പരസ്യമായി സഹായിക്കാൻ എനിക്ക് കഴിയില്ല. ആവശ്യപ്പെട്ടില്ലല്ലോ. മാധവി, ഞാൻ പറഞ്ഞത് നീ അങ്ങ് മനസ്സിലാക്കുന്നില്ല. നിന്നെ കണ്ടാൽ ആർക്കാണ് ഭ്രാന്ത് പിടിക്കാൻ? നീ അടുത്തു വാ. സമ്പ്യദേവ. കൃഷ്ണേട്ടാ, ഇതിനാണ് തമ്പിയദ്ദേഹം ഇവിടെ ചുറ്റാൻ ഇറങ്ങുന്നത് അല്ലേ? സമ്പ്യദേഹത്തിന് എന്നെ കാണുമ്പോ ഭ്രാന്ത് പിടിക്കുന്നോന്ന്. അതിന് മരുന്നുണ്ട്. അടിച്ചു വായിൽ അണപ്പല് താഴെ ഇട്ടാ മതി. എന്ത് പറഞ്ഞതാ? പണം ഉണ്ടെന്ന് കരുതി എന്തും കാണിക്കരുതെന്ന്. ഞാൻ ആരാണെന്ന് നിനക്കറിയാമോ? നിങ്ങൾ ആരായാലും എനിക്കെന്താ. പക്ഷെ ഈ ഉദ്ദേശത്തോടുകൂടി ഇവിടെ ചുറ്റാൻ വന്നാൽ ഇനി ഞാൻ തിരിച്ചയക്കില്ല. അത്രയ്ക്കാ ഇവൻ പറഞ്ഞതെല്ലാം നീ കേട്ടോടാ? എല്ലാം കേട്ടു. വെറുതെ ഡ്രൈവറെ തല്ലുന്നത് എനിക്ക് കുറച്ച് കാണുന്നേ. അയ്യോ എടാ, എന്റെ സ്ഥലത്ത് കിടന്നുകൊണ്ട് എന്നോട് അവമര്യാദയായി പെരുമാറിയതിന് ഞാൻ കാണിച്ചു തരാം. അയ്യോ എന്റെ മുണ്ട്, അയ്യോ അല്ല എന്റെ മുണ്ടേ സ്ഥലമുണ്ട് കേട്ടോ, കൊച്ചു കൊള്ളാം. ആ കണ്ണുകുട്ടിയുടെ മകളെയും ഡ്രൈവർ കൃഷ്ണയെയും ഇനി ഒരു നിമിഷം ഞാൻ അവിടെ താമസിപ്പിക്കില്ല. അവരെ മാത്രം ഒഴിപ്പിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ പിന്നെ അങ്ങൊന്നിനെ അപമാനിച്ച് കണ്ടിട്ട് അവിടെയുള്ള ആരെങ്കിലും ഒരാൾ തിരിഞ്ഞു നോക്കിയോ? ശരിയാണ്, എന്നോട് സ്നേഹമുള്ള ഒരു പട്ടിയെയും ഞാൻ അവിടെ കണ്ടില്ല. എല്ലാവരെയും ഞാൻ ഒഴിപ്പിക്കും. അവനൊക്കെ വീടും കുടിയുമില്ലാതെ തെണ്ടി നടക്കുന്നത് എനിക്ക് കാണണം. ഞങ്ങളെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടാൽ ഞങ്ങൾ എങ്ങോട്ട് പോകും? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയില്ലെങ്കിൽ നാളെ ഞാൻ ബുൾഡോസർ കൊണ്ടുവന്ന് ഇവിടെ എല്ലാം ഇടിച്ച് നിരത്തി മൈതാനമാക്കും. അങ്ങനെ അവമാനിച്ചത് ഞങ്ങൾ ആരും അല്ലല്ലോ. ഇവിടെയുള്ള ഒറ്റത്തിനെ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല. എല്ലാവരും ഇവിടെ നിന്ന് ഇറങ്ങിയേ പറ്റും. ഇത്ര പെട്ടെന്ന് വന്ന് പറഞ്ഞ ഞങ്ങൾ എങ്ങോട്ട് പോകാൻ വന്നേ? ദൈവത്തെ ഓർത്ത് ഞങ്ങളൊന്ന് സഹായിക്കണം. ഇവൾ ഒരിച്ചു കാരണമാണ് നമ്മൾ ഇവിടെ നടക്കേണ്ടി വരുന്നത്. എനിക്ക് വേണ്ടി നിങ്ങൾ ആരും പോകണ്ട. നിങ്ങളുടെ ഭീഷണി ഭയന്ന് ഞങ്ങൾ ഓടിപ്പോകുന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? ഇവിടെയുള്ള പെൺപിള്ളേരെല്ലാം ഇയാളെ വിളിക്കുന്ന സ്ഥലത്ത് ചെന്നിരുന്നെങ്കിൽ ഈ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. സൂക്ഷ്യം സംസാരിക്കും. ഒന്ന് ചുമ്മാ ഇരിക്കണേ സാറേ. അമ്മേ, നമുക്ക് അഭിമാനത്തോടു കൂടി ഇവിടെ നിന്ന് ഇറങ്ങാം. അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങേണ്ട കാര്യമൊന്നുമില്ല. നീ ആരാ ഇതൊക്കെ? ഞാനും ഇവിടുത്തെ ഒരു താമസക്കാരനാണ്. നിന്നെ ഞാൻ ഇവിടെ താമസിപ്പിച്ചേക്കാം. നോക്കാം. എടാ, നിന്റെയൊക്കെ അഹങ്കാരം തീർക്കാൻ വേണ്ടിയാണ് 2 ലക്ഷം രൂപയ്ക്ക് ഞാൻ ഈ സ്ഥലം വിൽക്കാൻ പോകും. തമ്പി സാറേ, ആ രൂപ തന്നാൽ ഇവിടുന്ന് ആരും വഴിയുണ്ടല്ലോ. ആരാടാ തരുന്നത്? ഞാൻ തരും രൂപ. നീയോ? ചിരിക്കണ്ട, ഞാനാണ് തരുമെന്ന് പറഞ്ഞത്. രാമൻകുട്ടി,
നീ വെറുതെ ഇരിക്ക്. നിന്റെ കയ്യിൽ നിന്ന് എവിടുന്നാടാ 2 ലക്ഷം രൂപ? അത് നിങ്ങൾ അറിയണ്ട. ഞാൻ ഇത്രയും പേരുടെ മുൻപിൽ വെച്ചാണ് പറയുന്നത്. നാളെ നിങ്ങൾ ഇതേ സമയത്ത് ഇവിടെ വരണം. നിങ്ങൾക്ക് 2 ലക്ഷം രൂപ ഞാൻ തരും. നാളെ പണം തന്നില്ലെങ്കിൽ ഇവിടെ മൈതാനമായിരിക്കും. ദാസപ്പാ, തങ്കപ്പാ, വിട് വണ്ടി വിട്.